ചളിവെള്ളത്തെ പോലും കുടിവെള്ളമാക്കി മാറ്റുകയും ചെയ്യുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ പല സമയങ്ങളിലായി കണ്ടുവന്നത്. ഇതിൽ പരാജയപ്പെട്ടത് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് നിലവിലെ യുദ്ധ സാഹചര്യത്തെക്കുറിച്ച്, അതിൽ സാധാരണക്കാരെ അത് എങ്ങനെ ബാധിക്കുന്നു, എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായും ഒരു യുദ്ധം പ്രഖ്യാപിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. രണ്ട് രാജ്യങ്ങളുടെ തലവന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റോ ആയിരിക്കും ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതിൻ്റെ പാപഭാരം പേറേണ്ടി വരുന്നത് സാധാരണ മനുഷ്യരാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള സാധാരണ ജനങ്ങളാണ്. പ്രഖ്യാപിക്കാൻ എളുപ്പമാണെങ്കിലും ഇതിനെ നിയന്ത്രിക്കാനോ പിടിച്ചു നിർത്താനോ അവസാനിപ്പിക്കാനോ വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് യുദ്ധം എന്ന് പറയുന്നത്. മനുഷ്യ സമൂഹത്തിൻ്റെ ഇന്നോളമുള്ള ചരിത്രങ്ങളിലെ ഏതൊരു യുദ്ധം എടുത്താലും അത് രക്തച്ചൊരിച്ചിലുകളും കണ്ണീരും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ സമ്മാനിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു ഗുണവും നന്മയും യുദ്ധങ്ങൾ ലോകത്തിന് ഇക്കാലമത്രയും നൽകിയിട്ടില്ല. അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ബൈ പ്രോഡക്റ്റായി വരുന്ന റിസൾട്ടുകളെല്ലാം തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും അവരുടെ ജീവിത സാഹചര്യങ്ങളെയും നിലവിൽ അവർ ജീവിച്ചു കൊണ്ടിരുന്ന അവസ്ഥകളെയും മാറ്റിമറിക്കുന്നതും പിന്നീട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അതുപോലെ തന്നെ സാമ്പത്തിക അസമത്വങ്ങളും ഭരണപരമായ അരാജകത്വങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യമാണ് പിന്നീട് അതിൻ്റെ ബൈ പ്രൊഡക്റ്റായി വരിക. തോക്കുകൾ ഗർജിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനെ അത് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്ത് എവിടെ തന്നെ യുദ്ധമുണ്ടായാലും അതിൽ പ്രധാനമായി ബാധിക്കുന്ന, അല്ലെങ്കിൽ നിലവിലെ അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ പ്രത്യേകിച്ച് സാധാരണക്കാരിലേക്ക് യുദ്ധം എത്തിത്തുടങ്ങിയത് അത് ഒന്നാമതായി ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധിയിലാകുന്നതോടെയാണ്. ലോകത്തിൻ്റെ സിംഹഭാഗവും ചരക്ക് ഗതാഗതം നടക്കുന്ന ഈ കടലിടുക്ക് പ്രതിസന്ധിയാകുന്നതോടെ സാധനങ്ങളുടെ ഇറക്കുമതിയും കയറ്റുമതിയും പ്രതിസന്ധിയിലാവുകയും പിന്നീട് അവിടെ വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. ഇനി ഒരു യുദ്ധം സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ അവനെ അത് വരിഞ്ഞു മുറുക്കുന്നു, ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. വിലക്കയറ്റത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. വിലക്കയറ്റം ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലകളിൽ അല്ലെങ്കിൽ മേഖലയിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഗ്യാസിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ പെട്രോളിൻ്റെ രൂപത്തിൽ, അല്ലെങ്കിൽ മരുന്നുകളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ മറ്റ് അവശ്യ സാധനങ്ങളുടെ ദൈനംദിന നിത്യോപയോഗ നമ്മുടെ പച്ചക്കറികളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം വിലക്കയറ്റം ഓരോ മനുഷ്യനെയും തീർച്ചയായും വരിഞ്ഞു മുറുക്കുകയാണ് ഓരോ യുദ്ധങ്ങളും ചെയ്യുന്നത്. അത് സാധാരണക്കാരുടെ മരണത്തിലേക്ക് പോലും നയിക്കുന്ന അവസ്ഥകൾ നമ്മൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു മേഖല എന്ന് പറയുന്നത്, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നത്, വൈദ്യുതി പല സ്ഥലങ്ങളിലും വിച്ഛേദിക്കപ്പെട്ടു, വൈദ്യുത നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, അതുപോലെ തന്നെ കുടിവെള്ള പ്ലാന്റുകൾ ആക്രമിക്കപ്പെട്ടു, ജലശുദ്ധീകരണശാലകൾ ആക്രമിക്കപ്പെട്ടു. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ അവശ്യവസ്തുവാണല്ലോ ജലം എന്ന് പറയുന്നത്. ആ ഏറ്റവും പ്രാഥമികമായ ആവശ്യമായ ജലം പോലും തടയപ്പെടുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ മാത്രം ശക്തമാണ് യുദ്ധം എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടത്. ചളിവെള്ളത്തെ പോലും കുടിവെള്ളമാക്കി മാറ്റുകയും ചെയ്യുന്ന ദയനീയ കാഴ്ചയാണ് നമ്മൾ പല സമയങ്ങളിലായി കണ്ടുവന്നത്. ഇവിടെ
പുതിയ പുതിയ യുദ്ധതന്ത്രങ്ങളും പുതിയ പുതിയ യുദ്ധ ആയുധങ്ങളും പുതിയ പുതിയ വെടിക്കോപ്പുകളും ഗർജിക്കുകയോ ശബ്ദിക്കുകയോ ചെയ്യുമ്പോൾ ഓരോ സാധാരണക്കാരൻ്റെയും സാമ്പത്തികമായ തകർച്ചയുമാണ് ഇവിടെ കാണുന്നത്. നാണയപ്പെരുപ്പമുണ്ടാക്കുകയും പിന്നീട് അതിൻ്റെ ഭാഗമായി വിലകൾ വർദ്ധിക്കുകയും വരുമാനങ്ങൾ കുറയുകയും ജോലികൾ നഷ്ടപ്പെടുകയും കച്ചവടങ്ങളില്ലാതാകുകയും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ നടന്നു പോയിരുന്ന വിദ്യാഭ്യാസ സംവിധാനം അത് താറുമാറാക്കപ്പെടുകയും കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാതിരിക്കുകയും അതുപോലെ തന്നെ നല്ല ചികിത്സകൾ ലഭിക്കാതിരിക്കുകയും ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കാതിരിക്കുകയും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന യുദ്ധങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം. ഇനി ജോലി ഇല്ലാതായാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം, മറ്റൊരു ജോലി കണ്ടെത്താനുള്ള പ്രയാസം, അവിടെ താളം തെറ്റുന്ന കുടുംബ ബജറ്റുകൾ, പട്ടിണിയിലാകുന്ന കുടുംബങ്ങൾ, ചെറിയ കുട്ടികൾ, വയോജനങ്ങൾ, പ്രതിസന്ധികൾ നേരിടുന്ന സാധാരണ മനുഷ്യർ, നിത്യ തൊഴിൽ ചെയ്യുന്ന ആളുകൾ. അതായത് ഒരു ദിവസത്തെ വരുമാനം കൊണ്ടാണ് ഒരു കുടുംബം നടന്നു പോകുന്നതെങ്കിൽ ആ ജോലി പൂർണ്ണമായി നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ആ ജോലി ഇല്ലാതാവുകയും കുടുംബങ്ങൾ പട്ടിണിയിലാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കച്ചവടങ്ങളില്ലാതാകുന്നു, അല്ലെങ്കിൽ ഉള്ള കച്ചവടം തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുന്നു. കച്ചവട സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരുന്നു. അത് മാത്രമല്ല ഓരോ സാധാരണക്കാരൻ്റെ പോക്കറ്റും കാലിയാവുകയും എന്നാൽ ചിലവുകൾ അമിതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നതാണ് യുദ്ധങ്ങളുടെ ആകത്തുക എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അവർ തമ്മിലുള്ള യുദ്ധങ്ങളല്ലേ എന്നതായിരിക്കും. എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നമ്മുടെ അടുക്കള വരെ എത്തി നിൽക്കുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞത് ഇറാൻ അമേരിക്ക യുദ്ധത്തോടു കൂടെയാണ്. അത് ഏതെല്ലാം രാജ്യങ്ങളെ ഏതെല്ലാം രൂപത്തിൽ എഫക്റ്റ് ചെയ്തു എന്നത് നാം പ്രവാസികളായ പലർക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വ്യോമയാന മേഖലകളിൽ വലിയ ടിക്കറ്റ് ഫെയറിൻ്റെ വർധനയാണ് നമുക്ക് യുദ്ധത്തിൻ്റെ കുറച്ച് സമയങ്ങൾക്കപ്പുറം കാണാൻ സാധിച്ചത്. പല ആളുകളും യാത്രകൾ റദ്ദ് ചെയ്യുന്ന അവസ്ഥകളുണ്ടായി, മാറ്റിവെക്കുന്ന അവസ്ഥകളുണ്ടായി. വലിയ വ്യോമയാന മേഖലയിലെ ഇന്ധനത്തിന് വലിയ രൂപത്തിൽ വില വർദ്ധിക്കുകയും അത് പ്രവാസികളെ സാരമായി ബാധിക്കുകയും ചെയ്തു. മാത്രമല്ല പല കമ്പനികളും ആളുകളെ കുറക്കുകയോ അല്ലെങ്കിൽ നിലവിലുള്ള ആളുകൾക്ക് നിർബന്ധിത അവധി നൽകുകയോ ചെയ്തു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ജോലി നഷ്ടം പലരെയും മുൾമുനയിൽ നിർത്തി എന്നത് മറ്റൊരു വാസ്തവമാണ്. ജോലി നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു ജോലി കണ്ടെത്തുക എന്നത് ചില സമയങ്ങളിൽ വലിയ പ്രയാസമില്ലാത്തതാണെങ്കിലും യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇതെല്ലാം ബാധിക്കുന്നത് ഒരു സാധാരണക്കാരനായ ആളുകളെയും അവൻ്റെ കുടുംബത്തെയുമാണ്. തീർച്ചയായും ഇനി ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, യുദ്ധം തുടങ്ങിയവരോ പങ്കാളികളായവരോ അപ്പുറവും ഇപ്പുറവും സഹായിച്ചവരോ പുതിയ ടെക്നോളജികൾ അവതരിപ്പിച്ചവരോ മിസൈലിൻ്റെ ശക്തി പ്രകടിപ്പിച്ചവരോ യുദ്ധവിമാനങ്ങളുടെ പ്രകമ്പനങ്ങൾ ഉൾക്കിടിലം കൊള്ളിച്ചവരോ ഒന്നുമല്ല തീർച്ചയായും ഇതിൻ്റെ പരാജയവും വിജയവും ഏറ്റുവാങ്ങിയത്. പരാജയം തീർച്ചയായും ഏറ്റുവാങ്ങിയത് ഞാനും നിങ്ങളും അടക്കമുള്ള സാധാരണ മനുഷ്യരാണ്, അല്ലെങ്കിൽ സാധാരണ ജനസമൂഹമാണ്. ദൈനംദിന ജീവിതത്തെ ഇത്രമാത്രം പ്രതിസന്ധിയിലാക്കിയ യുദ്ധ സാഹചര്യം ഇനി നമുക്ക് വരാതിരിക്കട്ടെ എന്നും വന്ന ഈ യുദ്ധ സാഹചര്യം എത്രയും പെട്ടെന്ന് മാറി ഒരു സന്തോഷകരമായ ലോകവും സാമൂഹ്യ ഘടനയും തിരിച്ചു വരട്ടെ എന്നും പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടി പ്രത്യാശിക്കുക, അങ്ങനെയുള്ള നല്ല ദിനങ്ങൾക്കായി കാത്തിരിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്.